ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 25-ാം ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. സാറേ, ഞങ്ങൾക്ക് ആകെയുള്ളത് ഈ മോള് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ വലിയ ആഘോഷമാക്കാറുണ്ട്. ആ സ്ത്രീ വാക്കുകൾ കിട്ടാതെ വിതുമ്പി. അയാൾ തുടർന്നു. ഇന്ന് എൻ്റെ മോളുടെ 16-ാം പിറന്നാളാണ്. എല്ലാ വർഷവും കൃത്യം രാത്രി 12 മണിക്ക് അവളെ വിഷ് ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു ശീലമാണ്. പതിവ് പോലെ ആ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കിടന്നതാണ്. പിന്നെ ഞാൻ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആരോടും ഒന്നും പറയാതെ എവിടെയും പോകുന്ന കുട്ടിയല്ല അവൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടിൻ്റെ എല്ലാ മൂലയിലും അടുത്ത പരിസരങ്ങളിലും നോക്കി. പക്ഷെ ഒരു തുമ്പുമില്ല. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാറേ, എനിക്കതറിയാം. ആ പിതാവിൻ്റെ വാക്കുകൾ വിങ്ങലായി മുറിയിൽ തങ്ങി നിന്നു. നകുലിൻ്റെ മുഖം കൂടുതൽ ഗൗരവത്തിലായി. അദ്ദേഹം അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് ചോദിച്ചു, സമാധാനപ്പെടൂ, കാര്യങ്ങൾ വ്യക്തമായി പറയുക. വീട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ? ആരെങ്കിലുമായി അവൾക്ക് തർക്കമോ മറ്റോ ഉണ്ടായിരുന്നോ? അയ്യോ ഇല്ല സാറേ, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കഴിഞ്ഞ 1 മാസമായി എൻ്റെ കുട്ടി വല്ലാതെ മാറിയിരുന്നു. വല്ലാത്ത ഭയമായിരുന്നു അവൾക്ക്. ആരെ കണ്ടാലും പേടി, എന്തിനെ കണ്ടാലും ഒരുതരം ഉത്കണ്ഠ. നന്നായി പഠിച്ചിരുന്ന അവൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഇപ്പോൾ താല്പര്യമില്ലായിരുന്നു. നകുലിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? കുട്ടി ഇത്രയും മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സ്കൂളിലോ അധ്യാപകരോടോ തിരക്കിയില്ല? അതോ അവൾ എന്തെങ്കിലും നിങ്ങളോട് പങ്കുവച്ചിരുന്നോ? ആ മനുഷ്യൻ തല കുനിച്ചു. അവളോട് ചോദിച്ചപ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറി. ആരോടും ഒന്നും പറയരുതെന്ന് അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു. ഞങ്ങൾ കരുതിയത് കൗമാരത്തിൻ്റെതായ എന്തോ മാറ്റമാണെന്നാണ്. അത് വലിയൊരു തെറ്റായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. നകുൽ നിവർന്നിരുന്നു. മനു നൽകിയ വിവരങ്ങളും ഇപ്പോൾ ഈ പിതാവ് പറയുന്ന കാര്യങ്ങളും തമ്മിൽ എവിടെയോ ഒരു കണ്ണിയുണ്ട്. അയാൾ മേശപ്പുറത്തിരുന്ന പെൻസിലെടുത്ത് ഒരു കടലാസിൽ എന്തോ കുറിച്ചു. ശരി, നിങ്ങൾ പേടിക്കണ്ട. അവൾക്ക് ഒരു അപായവും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവളുടെ സ്കൂളിലെ കൂട്ടുകാർ ആരൊക്കെയാണ്? ഈ അടുത്ത കാലത്ത് അവളെ തനിച്ച് എവിടെയെങ്കിലും ആരോടൊപ്പമെങ്കിലും കണ്ടിട്ടുള്ളതായി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒട്ടും മടിക്കാതെ പറയണം. ഓരോ ചെറിയ കാര്യവും ഇപ്പോൾ നിർണായകമാണ്. ഞാനും ഇവളും മാറി മാറി ചോദിച്ചതാ സാറേ. പക്ഷേ അന്നവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് മുൻപിലിരുന്ന് കരയുക മാത്രമാണ് ചെയ്തത്. സ്കൂളിലും ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അവസാനം ഒരാഴ്ച മുമ്പ് ഞങ്ങൾ അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ വരെ കാണിച്ചു. ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി. നകുലിന്റെ നെറ്റിയിൽ ഒരു ചുളിവ് വീണു. അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിരുന്നോ? അവൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ പ്രായത്തിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മാനസികാവസ്ഥ സ്വാഭാവികമാണെന്നും അവളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഡിപ്രഷൻ മാറാനുള്ള ചെറിയ ഡോസിലുള്ള മരുന്നുകൾ തന്നു. അത് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് നല്ല മാറ്റമായിരുന്നു. അവൾ വീണ്ടും പഴയ നമ്മുടെ മിടുക്കി കുട്ടിയായി മാറി. ആ പിതാവ് മുഖം പൊത്തിക്കരഞ്ഞു. സന്തോഷിക്കാൻ യോഗമില്ലാത്ത മാതാപിതാക്കളാ സാറേ ഞങ്ങൾ. ഒരല്പനേരത്തെ ആശ്വാസം പോലും ദൈവം ഞങ്ങൾക്ക് തന്നില്ല. കണ്ണീരിൽ കുതിർന്ന അവരുടെ ദയനീയ അവസ്ഥ നകുലിനെ വേദനിപ്പിച്ചു. അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് നടന്നു. നിങ്ങൾ സമാധാനിക്കൂ, ദയവായി കരയരുത്. നമുക്ക് നോക്കാം. അവൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അവൾ ഉണ്ടാകും. നമ്മൾ അവളെ കണ്ടെത്തും. നകുൽ ഒരു ആശ്വാസത്തിന്റെ സ്വരത്തിൽ പറഞ്ഞു. തുടർന്ന് അയാൾ തൻ്റെ മേശപ്പുറത്തെ ഫയലുകളിലേക്ക് നോക്കി. ആ കുട്ടിയുടെ ഫോട്ടോ കൈവശമുണ്ടോ? അല്ലെങ്കിൽ അവളുടെ രൂപത്തെക്കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും വിവരങ്ങൾ? നമുക്ക് അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങണം. ദാ സാറേ, ഇതാണവൾ. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം തൻ്റെ ഫോണിലെ വാൾപേപ്പർ നകുലിന് നേരെ നീട്ടി. നകുൽ ആ ഫോട്ടോയിലേക്ക് നോക്കി. പെട്ടെന്ന് അയാളുടെ ഹൃദയമിടിപ്പ് ഒന്ന് കൂടി. എവിടെയോ കണ്ടു മറന്ന ആ മുഖം. എവിടെയാണ് ഞാനിവളെ കണ്ടിട്ടുള്ളത്? നകുൽ ഓർമ്മകളുടെ അറകളിൽ പരതി. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ നിശ്ചലമായ മുഖം അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. നകുൽ ഞെട്ടലോടെ ആ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി. അതെ, ഇത് അവൾ തന്നെ. അതേസമയം
നകുലൊരു ബാഗ് പെതുക്കെ മേശപ്പുറത്തേക്ക് വെച്ചു. പെൺകുട്ടിയെ കണ്ട് ആ ഇടവഴിയിൽ നിന്നും ലഭിച്ചതായിരുന്നു അത്. വല്ലാത്ത വിഷമത്തോടെ അവനത് ആ മാതാപിതാക്കളുടെ മുൻപിലേക്ക് നീട്ടി. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ബാഗ് കണ്ടതും ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണുകളിൽ അവിശ്വസനീയത നിറഞ്ഞു. സാറേ, ഇതെൻ്റെ മോളുടെ ബാഗാണല്ലോ. എൻ്റെ കൊച്ചെവിടെ? അവൾക്ക് എന്താ പറ്റിയത്? ഈ ബാഗ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത്? അവൾ ഇവിടെയുണ്ടോ? അവർ വെപ്രാളത്തോടെ സ്റ്റേഷനിലെ ഓരോ കോണിലേക്ക് നോക്കി. ആ മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥയും ഭയവും കണ്ടപ്പോൾ നകുലിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. സത്യം എങ്ങനെ അവരോട് പറയുമെന്നറിയാതെ അയാൾ ഒന്ന് പതറി. നകുൽ ദീർഘശ്വാസം എടുത്ത് ഗൗരവത്തോടെ എന്നാൽ ശാന്തമായി പറഞ്ഞു, നിങ്ങൾ ആദ്യമൊന്ന് സമാധാനിക്കൂ. ഞാൻ പറയുന്നത് സംയമനത്തോടെ കേൾക്കണം. നിങ്ങളുടെ മകൾക്ക് ഒരു ചെറിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ അപകട സ്ഥലത്ത് നിന്നാണ് ബാഗ് ലഭിച്ചത്. അവളിപ്പോൾ സഹകരണ മെഡിക്കൽ കോളേജിലാണുള്ളത്. പേടിക്കണ്ട, അവിടെ അവൾക്ക് സുരക്ഷ ഒരുക്കാൻ നമ്മുടെ പോലീസുകാരുണ്ട്. സാറേ, സത്യം പറ, എൻ്റെ കൊച്ചിന് എന്താ സംഭവിച്ചത്? അവളെ ആരെങ്കിലും ഉപദ്രവിച്ചോ? അവൾ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ആ മനുഷ്യൻ നകുലിൻ്റെ നേരെ കൈകൂപ്പി. ആ ചോദ്യങ്ങളുടെ തീഷ്ണതയിൽ നകുലിൻ്റെ കണ്ണ് നനഞ്ഞു. അപ്പോഴേക്കും ആ സ്ത്രീ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ നിലവിളി സ്റ്റേഷൻ മുഴുവൻ പ്രതിധ്വനിച്ചു. കോൺസ്റ്റബിൾ, ഈ സ്ത്രീയെ ഉടൻ പുറത്തേക്ക് കൊണ്ടുപോകൂ. എനിക്ക് ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ കൂടി ഗൗരവമായി സംസാരിക്കാനുണ്ട്, നകുൽ പറഞ്ഞു. കോൺസ്റ്റബിൾ പാഞ്ഞെത്തി ആ സ്ത്രീയെയും കൊണ്ട് പുറത്തേക്ക് പോയി. നകുൽ ആ മനുഷ്യൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സർ, നിങ്ങൾക്കിവിടെ അടുത്തായി വിളിച്ചാൽ ഉടൻ എത്താൻ പാകത്തിന് ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? സർ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. ഇതുകൂടി സഹിക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അനുസരണയില്ലാതെ ഒഴുകി. എങ്കിലും ആ വാക്കുകളിൽ ഒരു പിതാവിൻ്റെ കരുത്തുണ്ടായിരുന്നു. നകുൽ നിസ്സഹായനായി ആലോചിച്ചു. ഈ ഒരവസ്ഥയിൽ നിങ്ങളോടെല്ലാം ചോദിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സൗകര്യമായേനെ. അയാൾ നിസ്സംഗതയോടെ തൻ്റെ ഫോൺ നകുലിന് നേരെ നീട്ടി. ഇതിൽ തോമസ് എന്ന് സേവ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനാണ്. അയാളെ ഭാര്യയുടെ അരികിലേക്ക് മാറ്റിയിരുത്തിയ ശേഷം നകുൽ ആ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ. ഉറക്കച്ചടവുള്ള തോമസിൻ്റെ ശബ്ദം ഫോണിലൂടെ ഒഴുകിയിറങ്ങി. കുന്നത്തുനാട് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ നകുലനാണ്. താങ്കളൊന്ന് വേഗം ഇവിടെ വരെ വരാമോ? വീട്ടിൽ മുതിർന്ന ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കോളൂ. എന്താ സാറേ കാര്യം? ഞാനതിന് സ്റ്റേഷനിൽ വരണം. തോമസിന്റെ ശബ്ദത്തിൽ പരിഭ്രാന്തി നിറഞ്ഞു. പെൺകുട്ടിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് ഒരു സൂചന മാത്രം നൽകി നകുൽ സംസാരിക്കുമ്പോൾ അയാളുടെ വിറയാർന്ന ശബ്ദം ഫോണിലൂടെ അദ്ദേഹത്തിന്റെ കാതുകളിൽ കേട്ടു. എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ചിന് എന്നതാ പറ്റിയത്? ഞാനിതാ വരുന്നു. ഫോൺ വെച്ച ഉടനെ നകുൽ മനുവിനെ വിളിച്ചു. അകത്തുണ്ടായിരുന്ന മനു വേഗം പുറത്തേക്ക് വന്നു. എന്താ സാറേ, നമുക്ക് പോകാറായോ? നകുൽ ആലോചനയോടെ മേശപ്പുറത്തേക്ക് ചാരി നിന്ന് സാവധാനം പറഞ്ഞു. എടോ, ഒരു കുഴപ്പമുണ്ട്. അടുത്ത കുറച്ച് മണിക്കൂറുകൾ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി സർ? മനുവിൻ്റെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. താൻ കണ്ടില്ലേ മുമ്പേ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്? ആ ദമ്പതികൾ എന്തിനെവിടെ വന്നതെന്നറിയാമോ? അവരുടെ മകൾ മിസ്സിംഗ് ആണെന്ന് പരാതിപ്പെടാൻ വന്നതാ. മനു ഞെട്ടലോടെ നകുലിനെ നോക്കി. അവൻ്റെ തൊണ്ട വരണ്ടു പോയിരുന്നു. അതിന് സാറേ, അവരും നമ്മളും തമ്മിൽ എന്താ ബന്ധം? ആ പെൺകുട്ടിയുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നകുൽ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് മനു. ആ കുട്ടി, അവൾ ആ ദമ്പതികളുടെ മകളാണ്. പേര് അനന്യ. ആ വാക്കുകൾ കേട്ടതും മനുവിൻ്റെ മുഖം വിളറി വെളുത്തു. നകുൽ തുടർന്നു. അപ്പോൾ ആ പെൺകുട്ടി എങ്ങനെ എവിടെ എത്തി? ആരാണ് അവളെ ആക്രമിച്ചത്? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.